പുതുപരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെയും കൂടി ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണങ്ങൾ അത്ര പതിവല്ലെങ്കിൽ പോലും ഈ അടുത്ത കാലങ്ങളിലായി വന്യമൃഗങ്ങളുടെ ശല്യം പാലക്കാട് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം വന്യജീവി മനുഷ്യ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടും ഇപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നു. എങ്ങനെയാണിതിൽ ഒരു പ്രതികരണം? ഈ പറയുന്ന പോലെ ഭയത്തോടു കൂടി മാത്രമേ നമുക്ക് പകലും രാത്രിയും കഴിയാൻ പറ്റൂന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണോ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ മേഖലയിൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി 9ഓളം ആൾക്കാർക്ക് ജീവഹാനി തന്നെ പെട്ടിരിക്കുന്നു. അതിൽ പുതുപ്പേരം പഞ്ചായത്തിൽ 4-5 പേര് മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ 1 കിലോമീറ്റർ അപ്പുറം മാറി ഒരു അലൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. അതായത് ഒരു 1.5 വർഷം മുമ്പ് തൊട്ട് തന്നെ അടുത്തത്തറ പഞ്ചായത്തിൽ നടക്കാൻ പോയ ഒരാളുടെ PT7 എന്ന ആന കവിട്ടി കൊന്നു. അങ്ങനെ നിരന്തരമായ ഒരു കാട്ടാന ആക്രമണം നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ മലമ്പുഴ മണ്ഡലം, പ്രത്യേകിച്ച് അതായത് 6-8ഓളം പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇതൊരു ഭയങ്കര എന്താ പറയാല്, ഈ പറഞ്ഞ പോലെ രാവും പകലും ഇല്ലാതെ ഒരു ഭയത്തോടെ അല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം നമുക്ക് വന്നിരിക്കുന്നു എന്നാണ് അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്യില്ല പല ഇതൊന്നും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമായി വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദാഹരണമായി പറയാനുള്ളത്. അതിനുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ അധികാരികൾ അത് ചെയ്തു തരേണ്ടത്. ജനങ്ങൾക്കും അവരുടെ ജീവനും സ്വത്തിനും വളരെ ഭീഷണിയായ നമുക്ക് മലയോര മേഖലകളെ ഇല്ലാതെ നമുക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് നല്ല ബോധ്യമാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കണം. നമ്മൾ വനത്തിനോട് ആരും ഒരു എതിർപ്പല്ല. വന്യമൃഗങ്ങൾ നമുക്ക് വേണം, ജീവജാലങ്ങൾ വേണം, എല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനം, ഈ ലോകം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിരന്തരം നമ്മൾക്ക് കണ്ണു തുറക്കുമ്പോൾ ഇന്നലെ ഒരാള് വൈകിട്ട് കിടന്നുറങ്ങിയ ആൾ രാവിലെ വെളുപ്പിന് 2:30 സ്വന്തം ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയ സമയം വീടിന്റെ മുറ്റത്തിൽ വെച്ചൊരു മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം. അവരുടെ കുടുംബത്തിനാണ് അതിന്റെ അസാന്നിധ്യം, അവർക്കാണ് ആശ്രയിച്ച് കഴിയുന്നവർക്ക് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് വെളുപ്പിനുണ്ടായത്. അതിനാണ് സാർ, നമുക്ക് വനം വകുപ്പുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായി വളരെ ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇനിയും ഇങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ നിഷ്ക്രിയമായി നിൽക്കുകയാണ്, വനം വകുപ്പൊക്കെ ഇതിലൊരു നടപടിയും അല്ലെങ്കിൽ ശാശ്വതമായി പറയുന്നത് പോലെ ശാശ്വതമായ തന്നെ ഒരു നടപടി അത് ഏത് വിധേനയും നടപ്പിലാക്കുക. കാരണം മനുഷ്യന്റെ ജീവൻ വളരെ വലുത് തന്നെയാണ്. നമ്മൾ വളർത്തുമൃഗങ്ങൾ, നമുക്ക് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിലും വനംവകുപ്പാണെങ്കിലും കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഒരു തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമായില്ലേ? തീർച്ചയായിട്ടും കാലം അതിക്രമിച്ചു എന്നാണ് നമുക്ക് ഈ അനുഭവങ്ങളിലൊക്കെ പറയാനുള്ളത്. നമുക്ക് നിയമം വേണം. നമുക്ക് നിയമം ആണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നതെങ്കിലും ആ നിയമത്തിൽ കാതലായ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വരാതിരിക്കാനും അതിലെ കാട്ടിൽ തന്നെ വസിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിലുപരി വന്യമൃഗങ്ങൾ അനധികൃതമായും വർധനയുണ്ടായിട്ടില്ല, അതിനെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ കൊന്നൊടുക്കുകയാണെങ്കിൽ കൊന്നൊടുക്കി നിയന്ത്രിക്കേണ്ട ഒരു ഇതും കൂടെ വന്നിരിക്കുന്നു. നമ്മളിതെല്ലാം പറയുന്ന നിയമം അതിന്റെ ഒരു നൂലാമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരികൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന് ഈ നിയമനിർമ്മാണം തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പൊതുപ്രവർത്തകനാണ്, താങ്കൾക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. പൊതുജനങ്ങൾ താങ്കളെ പോലെ ഒരാളിൽ പൊതുപ്രവർത്തകനിൽ നിന്നും അത്തരത്തിൽ നിരവധി മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജീവനാണ് പോകുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടി വരുമ്പോൾ അവരോട് പറയാൻ എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറുപടി തന്നെയാണ് നമ്മൾ ഒരു പഞ്ചായത്തിനോ ഒരു ബ്ലോക്കിനോ ഒരു ജില്ലയ്ക്കോ ഒന്നും നമ്മൾ കഴിയുന്ന സഹായത്തിൽ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗം അവരോട് പറയാൻ കഴിയുന്നില്ല. അവർ കുറെ നമ്മളെ ചീത്ത വിളിക്കും, നമ്മളത് കുറെ കേൾക്കും. നമ്മളൊരു ജനപ്രതിനിധി നിലയിൽ പൊതുപ്രവർത്തന നിലയ്ക്ക് കേൾക്കുക എന്നല്ലാതെ നമുക്കൊരു ശാശ്വതമായ ഒരു മറുപടി അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും കൂടി ഒരു ദുഃഖസത്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തന്നെ എൻ്റെ പുലി മാന്തി എൻ്റെ ഒരു വിരലിന്റെ ഒരു കാൽഭാഗം നഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ്, അനുഭവിച്ച ആളും കൂടിയാണ്.
അത് പുലിയെ കൂട്ടിക്കെട്ടിയ സമയത്ത് അതിനെ നമ്മൾ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് പുലിയുടെ നഖം തട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംഭവം കൂടി ഞാനിതിൽ ഈ ഇടയ്ക്ക് സന്ദർഭവശാൽ പറയുകയാണ്. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പ്രദേശങ്ങളിൽ. അതിന് ഗവൺമെന്റ് തന്നെ കണ്ണു തുറക്കണം. ഇതിനൊരു റെയിൽ ഫെൻസിങ് എന്നാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചതായി പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് മലയോര മേഖലകളിൽ എവിടെയെല്ലാം മലയോര മേഖലകളുണ്ടോ നമ്മുടെ കേരളം അങ്ങോളം ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പുൽപ്പേര പഞ്ചായത്ത് നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ച് നമ്മളെ ഇതിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങളെ ആക്കണമെന്നാണ് ഞങ്ങൾക്കിത് പറയാനുള്ളത്. അതിന് എത്ര പൈസയായാലും എത്രയോ കോടികൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവാക്കുന്നു. ഇതിനൊരു വലിയ സംഖ്യയല്ല. നമ്മൾ പലതിനും ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതും ഒരു അത്യാവശ്യ ഘടകമായി കാണുമെങ്കിൽ സർക്കാരിന് കഴിയും. അത് സംസ്ഥാന ഗവൺമെന്റിനായിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റിനായിക്കോട്ടെ അവർക്കത് കഴിയും. കേന്ദ്രത്തിന്റെ നിയമങ്ങളെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അതിനൊക്കെ മാറ്റപ്പെടുത്തണം. അതിന് നമ്മുടെ വേണ്ടപ്പെട്ട ജനപ്രതിനിധികൾ അതിലേക്ക് എത്തിപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും പാലക്കാട് മുണ്ടൂരിലാണ് ഈ ദാരുണമായ സംഭവം. രാത്രി വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു 66-കാരനായ കുമാരൻ. ഏതായാലും ഈ പാലക്കാട് മാത്രം ഒരു മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 ജീവനുകളാണ് പൊലിഞ്ഞ എന്ന ദുഃഖസത്യം കൂടി ഇപ്പോൾ ഓർക്കേണ്ടി വരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.